ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞത് കുറച്ച് ഓവറാണോ എന്നൊരു സംശയം തോന്നിയിരുന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്നത് പോലെ ആളുടെ കയ്യിലുള്ള അക്ബർ അങ്ങനെ പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കഴിഞ്ഞ ദിവസം രേണു സുധീനെ സെപ്റ്റിക് ടാങ്ക് എന്നൊരു ഓമന പേരിലാണ് അക്ബർ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ രേണു സുധി ആ ഒരു പേരിന്റെ ആഘാതത്തിൽ നിന്നും വെളിയിൽ വന്നിട്ടില്ല. വീണ്ടും ശാരികയും നെവിനും ഒക്കെ ഇരിക്കുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് രേണു സുധി ഇത് പറയുന്നുണ്ട്, അവനിങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാരികയും പറയുന്നുണ്ട് അത് ശരിയായില്ല എന്ന് ശാരികയും പറയുന്നുണ്ട്. പക്ഷെ കൂടിയിരിക്കുന്ന നിവിൻ ഇത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായില്ല. അനുമോളും ഈ ഒരു വിഷയത്തിൽ അക്ബർ അങ്ങനെ വിളിച്ചത് മോശമായി പോയി എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അക്ബറും രേണു സുധിയും തമ്മിലൊരു വാക്പയറ്റ് നടന്നിട്ടുണ്ട്. ആ സമയത്ത് രേണു പറയുന്നുണ്ട് സ്ത്രീകൾ, സ്ത്രീത്വം, വിധവ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ചേച്ചി സ്ത്രീകളെ പറ്റിയും പറഞ്ഞിട്ടില്ല, വിധവകളെ പറ്റിയും പറഞ്ഞിട്ടില്ല, ചേച്ചിക്കാണ് ആ പേരിട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ടുള്ള ഒരാളും ഒരു കമ്മ്യൂണിറ്റിയും പ്രതിനിധീകരിച്ചു എന്ന് പറയരുത്, അവനവന് വേണ്ടിയിട്ട് കളിക്കാൻ വന്നതാണ് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. ഇതേ സമയം ശാരികയും പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീത്വത്തെ അപമാനിച്ചു, വിധവാ കാർഡ് ഇതൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല എന്ന് ശാരികയും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആദിലയും നൂറിയും അനീഷിനെ അപ്പി എന്നൊരു പേരിട്ടിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതേപോലുള്ള ഈ ഒരു തരം താഴ്ന്ന പേരുകൾ എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ള പേരുകൾ ഇട്ട ഇപ്പം ഇവരെയും അതേപോലെ അക്ബറിനെയും ബിഗ് ബോസ് ചോദ്യം ചെയ്യണം. അതിനുശേഷം അക്ബർ നൂറയോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഉമ്മയെ പിടിച്ചു സോറി പറഞ്ഞത് എന്താണ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. എനിക്കും ഒരു ഉമ്മയുണ്ട്. ഞാൻ ഒരു സ്ത്രീയെയും അറിഞ്ഞുകൊണ്ട് അവഹേളിക്കാനായിട്ട് പറഞ്ഞതല്ല. ടാസ്കിൻ്റെ ഭാഗമായി ഫൺ എന്നുള്ള രീതിയിൽ ഞാൻ അത് പറഞ്ഞതാണ്. പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് അല്പം കൂടിപ്പോയി എന്ന്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മയെ പിടിച്ച് സോറി പറഞ്ഞത്. അല്ലാതെ നിസാര കാര്യത്തിന് ഞാൻ എൻ്റെ ഉമ്മയെ വലിച്ചിഴക്കില്ല. എന്നിട്ടും അവർ ഇത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, എല്ലാവരുടെ അടുത്തും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ഗെയിമിൻ്റെ ഭാഗമാണ് എന്നാണ് അക്ബർ പറയുന്നത്. പക്ഷെ എന്താണെങ്കിലും അക്ബർ വിളിച്ചത് തെറ്റ് തന്നെയാണ്. അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ രേണുവിന് അവകാശമില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. കാരണം എല്ലാവരും ഗെയിം കളിക്കാൻ തന്നെയാണല്ലോ ബിഗ് ബോസിൽ നിൽക്കുന്നത്. പിന്നീട് ഈ അപ്പാനി ശരത്ത് നോറയോട് പറയുന്നുണ്ട് എനിക്ക് 1 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത വേദന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ കളിയാക്കുന്നത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഇത് വിധവയെന്നോ സ്ത്രീയെന്നോ അങ്ങനെ ഒന്നുമില്ല. ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ബിഗ് ബോസ് തന്ന ഒരു ടാസ്കിലാണ് അക്ബർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. ശേഷം ഒരുപാട് പേര് പറഞ്ഞു അത് കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞു. പിന്നീട് ഞാനും കൂടി ഉള്ളപ്പോഴാണ് അക്ബർ ഉമ്മയെ പിടിച്ച് സോറി പറഞ്ഞത്. എന്നിട്ട് വീണ്ടും അതിവിടെ എന്തിന് പറയുന്നു, അത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അപ്പാനി ശരത്ത് പറയുന്നത്. ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞാലും അക്ബർ പറഞ്ഞത് വളരെയധികം മോശമായി പോയി. വഴക്കിനിടയിൽ രേണുവിനോട് ഇനി ഇതും വെച്ച് റീച്ച് കൂട്ടാൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം രേണു പറയുന്നുണ്ട് എനിക്ക് ഓൾറെഡി നല്ല റീച്ച് ഉള്ളതാണ്, ഇനി എനിക്ക് ഇതിനകത്ത് വന്നിട്ട് പ്രത്യേകിച്ച് റീച്ചിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ രേണുവും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു മനുഷ്യനെ തീർത്തും അവഹേളിക്കുന്ന രീതിയിൽ ഒരു പേര് വിളിച്ചിട്ട് പിന്നെ പിറകെ വന്നിട്ട് സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെയുള്ള മിക്കവരും രേണുവിനധികം വാല്യൂ ഒന്നും കൊടുക്കാത്ത പോലെ തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇതൊരു ഷോയാണ്, മെൻ്റലായിട്ടും ഫിസിക്കലൊക്കെ ആയിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും.